മഹാകേരളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വിദ്യ, ബുദ്ധി, വിവേകം എന്നിവയുടെ എല്ലാം കാരകനായ ബുധൻ മാർച്ച് 15-ാം തീയതി മീനം രാശിയിൽ വക്രഗതിയിലായിരിക്കുകയാണ്. അതായത് ബുധൻ റീട്രോഗ്രേഡായിട്ടാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഏപ്രിൽ 7-ാം തീയതി വരെ ഏകദേശം 24 ദിവസത്തോളം ബുധൻ റീട്രോഗ്രേഡായിട്ടായിരിക്കും സഞ്ചരിക്കുന്നത്. മീനം രാശി ബുധൻ്റെ നീചസ്ഥാനമാണ്. പക്ഷേ ഇവിടെ ശുക്രൻ നിൽക്കുന്നതും ഇത് ശുക്രൻ്റെ ഉച്ചസ്ഥാനവുമായതിനാലും ബുധന് നീചഭംഗമുണ്ടാകുന്നതും ഇവിടെ നീചഭംഗ രാജയോഗം നിർമ്മിതമാകുന്നതുമായിരിക്കും. മീനത്തിൽ ബുധനോടൊപ്പം സൂര്യൻ, രാഹു, ശുക്രൻ എന്നീ ഗ്രഹങ്ങളും നിൽക്കുന്നുണ്ടായിരിക്കും. ബുധൻ വിദ്യ, ബുദ്ധി, വിവേകം, കമ്മ്യൂണിക്കേഷൻ, ഓൺലൈൻ ബിസിനസ്, നെർവസ് സിസ്റ്റം, സ്കിൻ, ടൂറിസം, അക്കൗണ്ട്സ്, ബിസിനസ് എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ബുധൻ്റെ റീട്രോഗ്രേഡായിട്ടുള്ള ഈ സഞ്ചാരമാറ്റം നിങ്ങളിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ചാണ് ഇവിടെ ഞാൻ വിവരിക്കുന്നത്. ബുധൻ നിങ്ങളുടെ 7ഉം 10ഉം ഭാവങ്ങളുടെ അധിപനാണ്. റീട്രോഗ്രേഡായിരിക്കുന്നത് 4-ാം ഭാവത്തിലാണ്. ജീവിത പങ്കാളിയുമായി തെറ്റിദ്ധാരണകൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. അതുപോലെ ഇളയ സഹോദരങ്ങളുമായും വാക്കുതർക്കങ്ങളും മറ്റും ഉണ്ടാകാൻ സാധ്യതകളുണ്ട്. ഇതിൽ ശ്രദ്ധിക്കണം. മാതാപിതാക്കളുടെ എല്ലാ സഹകരണങ്ങളും ലഭിക്കുന്നതായിരിക്കും. ബന്ധങ്ങളിൽ ദൃഢത വരുത്തുവാൻ നിങ്ങൾ തന്നെ ശ്രമിക്കേണ്ടി വരും. സന്താനപക്ഷത്തെക്കുറിച്ച് എന്തെങ്കിലും ആശങ്കകളുണ്ടെങ്കിൽ അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും. ബിസിനസ്സിൽ മുടങ്ങിക്കിടന്ന കാര്യങ്ങളിലെ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതും അത് പുനരാരംഭിക്കുവാൻ സാധിക്കുന്നതുമായിരിക്കും. ഈ സമയത്ത് ലാഭസ്ഥിതികളും വർദ്ധിക്കുന്നതായിരിക്കും. കരിയറിൽ പുരോഗതി ഉണ്ടാകുന്നതായിരിക്കും. ഇൻക്രിമെൻ്റ്, പ്രൊമോഷൻ, ട്രാൻസ്ഫർ എന്നിവയെല്ലാം ലഭിക്കുവാനും സാധ്യതകളുണ്ട്. ഭൂമി, ഭവനം, പ്രോപ്പർട്ടി, വാഹനം എന്നിവയുടെ ക്രയവിക്രയങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ ഡോക്യുമെൻറ്റുകളും നന്നായി ചെക്ക് ചെയ്തിട്ട് വേണം തീരുമാനങ്ങൾ എടുക്കുവാൻ. വാഹനം, മൃഗങ്ങൾ എന്നിവയിൽ നിന്നും പരിക്കുകൾ പറ്റുവാൻ സാധ്യതകളുണ്ട്. ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം. സാമ്പത്തിക സ്ഥിതികൾ ഈ സമയത്ത് നല്ലതായിരിക്കും. ലോങ് ടൈം നിക്ഷേപങ്ങളും മറ്റും ചെയ്യുന്നത് ലാഭപ്രദമായിരിക്കും. ചില സുഹൃത്തുക്കളുമായി ഈ സമയത്ത് അകൽച്ച പാലിക്കുന്നത് നല്ലതായിരിക്കും. ആരുടെയും വാക്ക് കേട്ട് എടുത്തുചാടി ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല. എല്ലാം നന്നായി ആലോചിച്ച് ധൃതി പിടിക്കാതെ സാവകാശം ചെയ്യുന്നത് ശുഭഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും. ബിസിനസ്സിൽ പരിവർത്തനങ്ങൾ ചെയ്യാവുന്നതാണ്. പക്ഷേ ജോബ് ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അല്പം കൂടെ കാത്തിരിക്കുന്നത് നല്ലതായിരിക്കും. വിദ്യാർത്ഥികൾ കൂടുതൽ ഉന്മേഷത്തോടെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും അത് പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതുമായിരിക്കും. ആരോഗ്യസ്ഥിതികൾ സാമാന്യമായിരിക്കും. എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ ഉടനെ വൈദ്യസഹായം തേടിയാൽ അത് പെട്ടെന്ന് തന്നെ മാറിക്കിട്ടുന്നതുമായിരിക്കും. ഇതാണ് മീനം രാശിയിൽ ബുധൻ വക്രഗതിയിലാകുമ്പോൾ ധനുരാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.